ഹായ് ഹലോ എല്ലാവർക്കും ശബ്ദം ഓക്കെ അല്ലേ? ശബ്ദം ഓക്കെ അല്ലേ? ഒന്ന് ടൈപ്പ് ഇട്ടേക്കണേ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. സെൽഷ്യസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് കുറച്ച് കറണ്ട് അഫെയർ പഠിക്കാം. ഓഗസ്റ്റ് മാസത്തെ കറണ്ട് അഫെയർ ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ പേര് ധന്യ എന്നാണ്. പഠിക്കാം. റെഡിയല്ലേ എല്ലാവരും? റെഡിയല്ലേ? അപ്പോൾ എല്ലാവരും റെഡിയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ക്ലാസ്സിലേക്ക്. കറണ്ട് അഫെയർ ആണ്. ഉക്രൈൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് യൂലിയ സിറീദയൻകയാണ്. ആരാണ്? യൂലിയ സിറീദയൻകയാണ് ഉക്രൈൻ്റെ പുതിയ പ്രധാനമന്ത്രി. പഠിച്ചങ്ങ് പോയിക്കോണേ. അപ്പോൾ ഉക്രൈൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ഒന്ന് മനസ്സിൽ ഓർത്ത് നോക്കിയാട്ടെ. ആരാണ്? യൂലിയ. യുക്രൈൻ യൂലിയ കേട്ടോ. ഉക്രൈൻ യൂലിയ. അപ്പോൾ ആ ഒരു അക്ഷരം വെച്ചാൽ കണക്ട് ചെയ്ത് പഠിച്ചോളൂ. അടുത്തത് 2025 ഓഗസ്റ്റിൽ വിടവാങ്ങിയ പോർച്ചുഗൽ ഫുട്ബോളിലെ ഇതിഹാസ താരവും പരിശീലനവുമായ വ്യക്തിയാണ് ഹോർഹെ കോസ്റ്റ. 2025 ഓഗസ്റ്റിൽ വിടവാങ്ങിയ പോർച്ചുഗൽ ഫുട്ബോളിലെ ഇതിഹാസ താരവും പരിശീലകനുമായ വ്യക്തിയാണ് ഹോർഹെ കോസ്റ്റ. ഹോർഹെയാണ്. അപ്പോൾ ഹോർഹെ ഏത് രാജ്യത്തെ ഫുട്ബോൾ കളിക്കാരനായിരുന്നു എന്ന് ചോദിച്ചാലോ, പോർച്ചുഗലിലെ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു ഹോർഹെ കോസ്റ്റ. ആരാണ്? ഹോർഹെ കോസ്റ്റ. അപ്പോൾ 2025 അദ്ദേഹം അന്തരിച്ചു പോയത്. 2025 ഓഗസ്റ്റ് മാസത്തിൽ വിടവാങ്ങിയ പോർച്ചുഗൽ ഫുട്ബോളിലെ ഇതിഹാസ താരവും അതുപോലെ അവരുടെ പരിശീലകനുമായിരുന്നു ഈ വ്യക്തി. ആരാണ്? ഹോർഹെ കോസ്റ്റ. ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എന്തെങ്കിലും ഉണ്ടെന്ന് ടൈപ്പ് ഇട്ടേക്കണേ, ടൈപ്പ് ചെയ്തേക്കണേ. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്തത്, ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ടിൻ ഗെയിംസിൻ്റെ വേദിയാണ് ബീജിങ്. ലോകത്തിലെ തന്നെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസിൻ്റെ വേദി എവിടാന്ന് ചോദിച്ചാൽ അത് ബീജിങ്ങിലാണ്. എവിടെയാണ്? ബീജിങ്. ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? ബീജിങ്ങിലാണ്. എവിടെയാണ്? ബീജിങ്ങിൽ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടേക്കണേ. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്ത നോക്കാം. അപ്പോൾ ആരായിരുന്നു ഉക്രൈൻ്റെ പുതിയ പ്രധാനമന്ത്രി? ഓർമ്മയുണ്ടോ? ഒന്ന് ടൈപ്പ് ഇട്ടോ. ആരായിരുന്നു യുക്രൈൻ്റെ പുതിയ പ്രധാനമന്ത്രി? ആരാണ്? ഓർമ്മയുണ്ടോ? അറിയാവോ? ഓർമ്മയുണ്ടോ? ഉക്രൈൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? മറന്നു. 2 സെക്കൻഡേ ആയിട്ടുള്ളൂ. ആരാണ്? യൂലിയ ആണ് കേട്ടോ. യൂലിയ. അപ്പോൾ ഉക്രൈൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? യൂലിയ സിറീദിയൻകയാണ്. ആരാണ്? യൂലിയ സിറീദിയൻക. അതുപോലെ തന്നെ ഓഗസ്റ്റ് മാസത്തിൽ അന്തരിച്ചു പോയ പോർച്ചുഗൽ ഫുട്ബോൾ പ്ലെയർ ആരായിരുന്നു? ഓഗസ്റ്റ് മാസത്തിൽ 2025 ഓഗസ്റ്റ് മാസത്തിൽ അന്തരിച്ചു പോയ പോർച്ചുഗൽ ഫുട്ബോൾ പ്ലെയർ ആരാണ്? ആ വ്യക്തി ആരാണ്? ആ വ്യക്തി ആരാണ്? ഹോർഹെയാണ് കേട്ടോ. ഹോർഹെ കോസ്റ്റ എന്ന വ്യക്തിയാണ് 2025 ഓഗസ്റ്റ് മാസത്തിൽ വിടവാങ്ങിയ പോർച്ചുഗൽ ഫുട്ബോൾ പ്ലെയർ. ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ഓക്കെ അല്ലേ? ഓക്കെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണേ. ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസിൻ്റെ വേദി എവിടെയായിരുന്നു? ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? എവിടെയാണ്? നിങ്ങളിങ്ങനെ മിണ്ടാതിരിക്കല്ലേ, ടൈപ്പ് ചെയ്തോണേ. എവിടെയാണ് വേദി? ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസിൻ്റെ വേദി ബീജിങ് ആണ്. ബീജിങ്. ക്ലിയർ ആയോ? 3 ചോദ്യവും ഓക്കെ അല്ലേ? 3 ചോദ്യം. ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസിൻ്റെ വേദി ബീജിങ് ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പോൾ അടുത്ത പഠിച്ചാലോ? ഓക്കെ. കരസേന. ഇനി ഇന്ത്യയിലെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ഓഗസ്റ്റ് മാസത്തിൽ ഇന്ത്യയിലുണ്ടായ കുറച്ച് ആനുകാലികം പഠിക്കാം.
കരസേനയുടെ വിവിധ യൂണിറ്റുകളെ കോർത്തിണക്കി രൂപീകരിക്കുന്ന പുതിയ സേനയാണ് രുദ്ര ബ്രിഗേഡ്. ഏതാണ്? രുദ്രയാണ്. രുദ്ര. കരസേനയുടെ വിവിധ യൂണിറ്റുകളെ കോർത്തിണക്കി രൂപീകരിക്കുന്ന സേനയാണ് രുദ്ര ബ്രിഗേഡ്. ക്ലിയർ ആയോ? അപ്പൊ രുദ്രയാണ് കരസേനയുടെ പുതിയ സേന. അതായത് മറ്റെല്ലാ യൂണിറ്റുകളും, ഇപ്പൊ ആർട്ടിലറി ഉണ്ട്, EME ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ, സിഗ്നൽ ഉണ്ട്, അതുപോലെ നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ട്, ഇതിനെല്ലാം കൂടെ കോർത്തിണക്കിയിട്ട് രൂപീകരിച്ച സേനയാണ് രുദ്ര ബ്രിഗേഡ്. ക്ലിയർ ആയോ? അപ്പൊ എന്താണ് രുദ്ര ബ്രിഗേഡ് എന്ന് ചോദിച്ചാൽ എന്തെഴുതി വെക്കും? എന്തായിരുന്നു രുദ്ര? കരസേനയുടെ വിവിധ യൂണിറ്റുകളെ കോർത്തിണക്കി രൂപീകരിക്കുന്ന സേനയാണ് രുദ്ര ബ്രിഗേഡ്. ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ ആണോ? നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞേക്കണേ, ക്ലിയർ ആണോ ഇല്ലയോ? ഒന്നും എനിക്കറിയില്ല, നിങ്ങൾ മറുപടി തന്നാലേ ഞാൻ അറിയത്തുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്തത് 2025 ജൂലൈയിൽ അന്തരിച്ച പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനും എഴുത്തുകാരനും ചിന്തകനുമായ വ്യക്തിയാണ് മേഘനാഥ് ദേശായി. മൈക്ക് ഓഫായി പോയോ? ഇല്ലല്ലോ, മൈക്ക് ഓഫ് ആയിട്ടില്ലല്ലോ. ഓക്കെ. അല്ല, നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി, ടൈപ്പ് ഇട്ടാൽ മതി, ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ. 2025 ജൂലൈയിൽ അന്തരിച്ച പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്, പിന്നെയോ എഴുത്തുകാരനാണ്, ചിന്തകനുമായ വ്യക്തിയാണ് മേഘനാഥ് ദേശായി. ക്ലിയർ ആയോ? അപ്പൊ 2025 ജൂലൈയിൽ അന്തരിച്ച പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? ആ വ്യക്തി? PDF തരാം, PDF കിട്ടും. ആരാണ് ആ വ്യക്തി? 2025 ജൂലൈയിൽ അന്തരിച്ച പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? മേഘനാഥ് ദേശായി. ആരാണ്? മേഘനാഥ് ദേശായി. PDF ഗ്രൂപ്പിൽ കിട്ടുവേ, മേഘനാഥ് ദേശായി. ക്ലിയർ ആയോ? അപ്പൊ എന്തായിരുന്നു രുദ്ര ബ്രിഗേഡ് എന്ന് വെച്ചാൽ? രുദ്ര ബ്രിഗേഡ് എന്ന് വെച്ചാൽ എന്താണ്? എന്താണ് രുദ്ര ബ്രിഗേഡ്? പെട്ടെന്ന് പറഞ്ഞു. സ്ക്രീനിൽ നോക്കരുത്, പെട്ടെന്ന് പറഞ്ഞു. എന്താണ് രുദ്ര ബ്രിഗേഡ്? എന്താണ്? കരസേനയുടെ വിവിധ യൂണിറ്റുകളെ കോർത്തിണക്കി രൂപീകരിക്കുന്ന സേനയാണ് രുദ്ര ബ്രിഗേഡ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? കരസേനയുടെ വിവിധ യൂണിറ്റുകളെ കോർത്തിണക്കി രൂപീകരിക്കുന്ന സേനയാണ് രുദ്ര ബ്രിഗേഡ്. ക്ലിയർ ആയല്ലോ? ഓക്കെ. 2025 അന്തരിച്ച പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനും എഴുത്തുകാരനുമായ വ്യക്തി ആരായിരുന്നു? മേഘനാഥ് ദേശായി. അടുത്ത പഠിക്കാം. ഇത്രയും ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ അല്ലേ? മിണ്ടാതിരിക്കല്ലേ? ഇത്രയും ഓക്കെ അല്ലേ? ഓക്കെ. അടുത്തത് പ്രതിരോധ ഉദ്യോഗസ്ഥർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും നിയമസഹായം ശക്തിപ്പെടുത്തുന്നതിനായി വീർ പരിവാർ സഹായത യോജന ആരംഭിച്ച സ്ഥാപനം. അതായത് പ്രതിരോധ ഉദ്യോഗസ്ഥർ, ഡിഫൻസ്, അപ്പൊ ഡിഫൻസിലെ ഉദ്യോഗസ്ഥർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും നിയമസഹായം ശക്തിപ്പെടുത്തുന്നതിനായി വീർ പരിവാർ സഹായത യോജന ആരംഭിച്ച സ്ഥാപനമാണ് നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി. നാഷണൽ ലീഗൽ, ഏതാണ് ഒന്നുകൂടെ പറയേണ്ടത്? പറയാം. അപ്പോൾ പ്രതിരോധ ഉദ്യോഗസ്ഥർക്കും ഡിഫൻസിലെ ആർമി ആയിക്കോട്ടെ, നേവി, അങ്ങനെയുള്ള എല്ലാ പ്രതിരോധ സേനകൾക്കും അതുപോലെ അവരുടെ കുടുംബാംഗങ്ങൾക്കും നിയമസഹായം ശക്തിപ്പെടുത്തുന്നതിനായി, ഒന്നുമില്ല, നിയമസഹായം കിട്ടാൻ വേണ്ടിയിട്ട് വീർ പരിവാർ സഹായത യോജന, വീർ പരിവാർ സഹായത യോജന ആരംഭിച്ച സ്ഥാപനം ഏതാണ് എന്നാണ് ചോദ്യം. ഏതായിരുന്നു അത്? നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ടേക്കണേ. പ്രതിരോധ ഉദ്യോഗസ്ഥർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും നിയമസഹായം ശക്തിപ്പെടുത്തുന്നതിനായി
വീർ പരിവാർ സഹായത യോജന ആരംഭിച്ച സ്ഥാപനമാണ് നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി. ഇത്രയും ഓക്കെ അല്ലേ? ഓക്കെ. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന കോച്ച് വിജയകരമായി പരീക്ഷിച്ചത് ഏത് സംസ്ഥാനത്താണ്? എവിടെയാണോ? തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന കോച്ച് വിജയകരമായി പരീക്ഷിച്ചത് എവിടെയാണ്? ചെന്നൈയിലാണ്. ചെന്നൈയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന കോച്ച് വിജയകരമായി പരീക്ഷിച്ച സ്ഥലം എവിടെയാണ്? ചെന്നൈ. ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഓക്കെ. യെസ്. ക്ലിയർ ആയില്ലെങ്കിൽ പറയണേ, നമുക്ക് എത്ര തവണ വേണേലും പറഞ്ഞു തരാം, പക്ഷെ നിങ്ങൾ പഠിച്ചു പോണം. ഓക്കെ. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യണം, എന്നാലേ എനിക്ക് എന്തുള്ളൂ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അല്ലേ? ഓക്കെ, ക്ലിയർ ആയി. അടുത്ത പഠിക്കാം. ഓക്കെ. അപ്പൊ യൂലിയ ഏത് രാജ്യത്തെ പുതിയ പ്രധാനമന്ത്രിയായിരുന്നു? യൂലിയ ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു? ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് യൂലിയ? ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്? മറന്നോ? ഉക്രൈൻ. കറക്റ്റ് ആണ്, ഉക്രൈൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന കോച്ച് വിജയകരമായി പരീക്ഷിച്ചത് ഏത് സ്ഥലത്തായിരുന്നു? ഏത് സ്ഥലത്താണ്? ചെന്നൈയിലാണ് അല്ലേ? ചെന്നൈയിലാണ്. അടുത്ത പഠിക്കാം. ഓക്കെ. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ നമ്മുടെ RPFന്റെ ആദ്യത്തെ വനിതാ ഡയറക്ടർ ജനറലായി നിയമിതയായ വ്യക്തിയാണ് സൊണാലി മിശ്ര. അപ്പൊ ആരാണ് ഈ സൊണാലി മിശ്ര? RPFന്റെ ആദ്യത്തെ വനിതാ ഡയറക്ടർ ജനറലാണ് സൊണാലി മിശ്ര. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ആദ്യത്തെ വനിതാ ഡയറക്ടർ ജനറൽ ആരാടെ? സൊണാലി മിശ്രയാണ്. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ആദ്യത്തെ വനിതാ ഡയറക്ടർ ജനറൽ ആരാണ്? സൊണാലി മിശ്ര. ക്ലിയർ ആയോ? ഓക്കെ. അതിർത്തിയിലെ സേനാ നീക്കങ്ങൾക്കായി പുതിയതായി രൂപീകരിക്കുന്ന ലൈറ്റ് കമാൻഡോ ബറ്റാലിയൻ ആണ് ഭൈരവ്. റെയിൽവേയും അതുപോലെ പോലീസും ഒക്കെ എഴുതുന്നവർ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ കറണ്ട് അഫെയറിൽ വരാം. അപ്പോൾ അതിർത്തിയിലെ സേനാ നീക്കങ്ങൾക്കായി പുതിയതായി രൂപീകരിക്കുന്ന ലൈറ്റ് കമാൻഡോ ബറ്റാലിയൻ ആണ് ഭൈരവ്. അപ്പൊ എന്തായിരുന്നു രുദ്ര ബ്രിഗേഡ്? എന്തായിരുന്നു കുട്ടികളെ രുദ്ര ബ്രിഗേഡ് എന്ന് വെച്ചാൽ? എന്തായിരുന്നു രുദ്ര ബ്രിഗേഡ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? പെട്ടെന്ന് പറഞ്ഞോ, വലിച്ചു വാരി ടൈപ്പ് ചെയ്യണ്ട. അക്ഷരങ്ങൾ അറ്റവും മൂലവും ഒക്കെ ആണെങ്കിലും നമുക്ക് എല്ലാം ഒരുമിച്ച് ആക്കുകയല്ല, ആക്കിയ സേന. കരസേനയുടെ എന്നല്ല, എല്ലാ സേനകളിലും ഡിഫൻസിന്റെ കരസേനയുടെ ബാക്കി എല്ലാ യൂണിറ്റുകളും ഒന്നിച്ചാക്കിയ ഒരു സേനയാണ് ഏത്? രുദ്ര ബ്രിഗേഡ്. ക്ലിയർ ആയോ? നമ്മുടെ ആർമിയുടെ എല്ലാ യൂണിറ്റുകളെയും ഒന്നിച്ചു കോർത്തിണക്കിയ ഒരു പുതിയ സേനയാണെന്ത്? രുദ്ര. ക്ലിയർ ആയോ? ഇനി ആരായിരുന്നു സൊണാലി മിശ്ര? സൊണാലി ആരാടെ സൊണാലി? RPFന്റെ ആദ്യത്തെ വനിതാ ഡയറക്ടർ ജനറൽ. ക്ലിയർ ആയോ? ആദ്യ വനിത, അത് പഠിച്ചോണേ. ആദ്യത്തെ വനിതാ ഡയറക്ടർ ജനറലാണ് സൊണാലി മിശ്ര. അടുത്തത്, അതിർത്തിയിലെ സേനാ നീക്കങ്ങൾക്കായി പുതിയതായി രൂപീകരിക്കുന്ന ലൈറ്റ് കമാൻഡോ ബറ്റാലിയൻ ആണ് ഭൈരവ്.
അപ്പോൾ എന്താണ് ഭൈരവ്? നമ്മുടെ അതിർത്തിയിലെ സേനാ നീക്കങ്ങൾക്കായി പുതിയതായി രൂപീകരിക്കുന്ന ലൈറ്റ് കമാൻഡോ ബറ്റാലിയൻ ആണ് ഭൈരവ്. ഭൈരവ്. ക്ലിയർ ആയല്ലോ? അടുത്ത പഠിക്കാം. ഓക്കെ അല്ലേ? ഇത്രയും ചോദ്യങ്ങൾ ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? ഇനി ഒരു PDF കൂടെ നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങളുടെ തലയിൽ നിൽക്കും. ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് പെട്ടെന്ന് കിട്ടുവേ. വേറെ ജോലിയിലൊക്കെ ആണെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല. ഒരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കുക. ഓക്കെ, അടുത്ത പഠിക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേടേ? ഓക്കെ. അടുത്ത ചോദ്യം, കരസേന ഉപമേധാവിയായി നിയമിതനായ വ്യക്തി ആരാടെ? കരസേന ഉപമേധാവി. കരസേന ഉപമേധാവിയായി നിയമിതനായ വ്യക്തി ആരാടെ? കരസേനയുടെ ഉപമേധാവി ലഫ്റ്റനന്റ് ജനറൽ പുഷ്പേന്ദ്ര സിംഗ് ആണ്. കരസേനയുടെ ഉപമേധാവി ആരാണ്? വൈസ് ആരാണ്? ലഫ്റ്റനന്റ് ജനറൽ പുഷ്പേന്ദ്ര സിംഗ് ആണ്. ലഫ്റ്റനന്റ് ജനറൽ പുഷ്പേന്ദ്ര സിംഗ് ആണ്. ക്ലിയർ ആയോ? ഓക്കെ. എന്നാൽ കരസേന മേധാവി ആരാണ്? ആർമിയുടെ മേധാവി ആരാണ്? കരസേന. ഭൈരവ് എന്തായിരുന്നു ഭൈരവ്? നേരത്തെ ക്ലാസ്സിൽ ഇരുന്ന ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്താട്ടെ, എന്തായിരുന്നു ഭൈരവ്? അതായത് നമ്മുടെ അതിർത്തിയിലെ സേനാ നീക്കങ്ങൾക്കായിട്ട് രൂപം കൊടുത്ത പുതിയ സംരംഭമാണ് ഭൈരവ്. എന്തായിരുന്നു ഭൈരവ്? ഒന്ന് പറഞ്ഞു കൊടുത്താട്ടെ, എന്തായിരുന്നു ഭൈരവ്? ഓക്കെ. അപ്പോൾ കരസേനയുടെ ഉപമേധാവി ആരാടെ? ഉപമേധാവി ലഫ്റ്റനന്റ് ജനറൽ പുഷ്പേന്ദ്ര സിംഗ് ആണെങ്കിൽ കരസേന മേധാവി ആരാണ്? പെട്ടെന്ന് പറഞ്ഞു. കരസേന മേധാവി ഉപേന്ദ്ര ദ്വിവേദിയാണ്. നമ്മുടെ ഇന്ത്യൻ കരസേനയുടെ മേധാവി ആരാണ്? ഉപേന്ദ്ര ദ്വിവേദിയാണ് കരസേനയുടെ അഡ്മിറൽ ജനറൽ. എന്നാൽ വൈസ് അഡ്മിറൽ ആരാണ്? വൈസ് പുഷ്പേന്ദ്ര സിംഗ്. തിരിഞ്ഞു പോവല്ലേ? മേധാവി ആരാണ്? ഉപേന്ദ്ര ദ്വിവേദിയും വൈസ് പുഷ്പേന്ദ്ര സിംഗും. ക്ലിയർ ആയോ? ഓക്കെ. നാവികസേന ആരാണ്? VK ത്രിപാഠിയാണ്. നാവികസേന VK ത്രിപാഠിയാണ് കേട്ടോ. ഹരികുമാറൊക്കെ മാറിയേ. VK ത്രിപാഠിയാണ് നാവികസേന. ഓക്കെ. ഇനി ഇന്ത്യൻ നാവികസേനയ്ക്ക് അടുത്തിടെ കൈമാറിയ നീലഗിരി ക്ലാസ്സിലെ മൂന്നാമത്തെ കപ്പൽ ഹിമഗിരി. അപ്പൊ എന്താണ് ഹിമഗിരി എന്ന് വെച്ചാൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് അടുത്തിടെ കൈമാറിയ നീലഗിരി ക്ലാസ്സിലെ പ്രോജക്റ്റ് 17A ആണ്. അതിൻ്റെ മൂന്നാമത്തെ കപ്പലാണ് ഹിമഗിരി. ഓക്കെ, ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയാം. നമുക്ക് ആദ്യം മുതൽ ഒരിക്കൽ കൂടി നോക്കാം. അടുത്തത്, സർക്കാർ ജീവനക്കാർക്കായി സബാറ്റിക്കൽ ലീവ് പദ്ധതി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് സിക്കിം. സർക്കാർ ജീവനക്കാർക്കായി സബാറ്റിക്കൽ ലീവ് പദ്ധതി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് സിക്കിം. ഏതാണ്? സിക്കിമാണ്. അപ്പോൾ സർക്കാർ ജീവനക്കാർക്കായി സബാറ്റിക്കൽ ലീവ് പദ്ധതി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? സബാറ്റിക്കൽ ലീവ് ഏതാണ്? സിക്കിമാണ്. സബാറ്റിക്കൽ ലീവ് പദ്ധതി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? സിക്കിമാണ്. സിക്കിം. ക്ലിയർ ആയോ? ഓക്കെ. ആരായിരുന്നു പുഷ്പേന്ദ്ര സിംഗ്? ആരാടെ പുഷ്പേന്ദ്ര സിംഗ്? പുഷ്പേന്ദ്ര സിംഗ് ആരാണ്? കരസേനയുടെ ഉപമേധാവിയാണ് അല്ലേ? ഉപമേധാവിയാണ് പുഷ്പേന്ദ്ര സിംഗ്. കരസേനയുടെ ഉപമേധാവിയാണ് പുഷ്പേന്ദ്ര സിംഗ്. എന്നാൽ കരസേന മേധാവി ആരാണ്? കരസേനയുടെ അഡ്മിറൽ ആരാടെ? കരസേന മേധാവി ആരാണ്? ഉപേന്ദ്ര ദ്വിവേദിയാണ് കേട്ടോ. ഉപേന്ദ്ര ദ്വിവേദി. ഇനി ആരാണ്? വൈസ് ആരാണ്? വൈസ്
വൈസ് പുഷ്പേന്ദ്ര സിംഗ് ആണ് കേട്ടോ, പുഷ്പേന്ദ്ര സിംഗ്. ക്ലിയർ ആയോ? ഓക്കെ. ഇനി സബാറ്റിക്കൽ ലീവ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? സർക്കാർ ജീവനക്കാർക്കായിട്ട് സബാറ്റിക്കൽ ലീവ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് സിക്കിമാണ് അല്ലേ, സിക്കിമാണ്, സിക്കിം. ഇനി ഇന്ത്യൻ നാവികസേനയ്ക്ക് അടുത്തിടെ കൈമാറിയ നീലഗിരി ക്ലാസ്സിലെ മൂന്നാമത്തെ കപ്പൽ ഏതായിരുന്നു അത്? നീലഗിരി ക്ലാസ്സിലെ ഹിമഗിരിയാണ് അല്ലേ, നീലഗിരി ക്ലാസ്സിലെ മൂന്നാമത്തെ കപ്പലാണ് ഹിമഗിരി. ജസ്റ്റ് ഒക്കെ ഓർത്ത് വെച്ചേക്കുക. ഈ ഭാഗത്തൊന്നും അങ്ങനെ അധികം ചോദിച്ചാൽ കണ്ടിട്ടില്ല. അപ്പോൾ കരസേന ഉപമേധാവി നിങ്ങൾ മറക്കല്ലേ, ലഫ്റ്റനന്റ് ജനറൽ പുഷ്പേന്ദ്ര സിംഗ് ആണ്. മേധാവി ആരാണ്? ഉപേന്ദ്ര ദ്വിവേദിയാണ്. ഇത്രയും ക്ലിയർ ആയെങ്കിൽ അടുത്ത പഠിക്കാം. ഓക്കെ, അടുത്ത പഠിക്കാം. ഓക്കെ. AI സംവിധാനങ്ങൾ പരീക്ഷിക്കുന്നതിനായി ഇന്ത്യൻ സൈന്യത്തിൻ്റെ ദിവ്യദൃഷ്ടി എക്സൈസ് 2025 വേദിയായ സ്ഥലമാണ് സിക്കിം. അപ്പോൾ AI നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സംവിധാനങ്ങൾ പരീക്ഷിക്കുന്നതിനായി ഇന്ത്യൻ സൈന്യത്തിൻ്റെ പുതിയൊരു എക്സൈസ് ആയിരുന്നു ഏത്? ദിവ്യദൃഷ്ടി എക്സർസൈസ്. അപ്പോൾ ദിവ്യദൃഷ്ടി എക്സർസൈസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ അത് AI സംവിധാനങ്ങൾ. ഓക്കെ അല്ലേ? ഇനി ഇതൊരു വേദിയായ സ്ഥലം ഇവിടെ എക്സർസൈസ് ആണ് കേട്ടോ, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റിയതാണ്. എക്സർസൈസ് ആണ്, എക്സൈസ് അല്ല. അവിടെ പോയി, അപ്പോൾ സോറി. അപ്പോൾ AI അധിഷ്ഠിത സംവിധാനങ്ങൾ പരീക്ഷിക്കുന്നതിനായി ഇന്ത്യൻ സൈന്യത്തിൻ്റെ ദിവ്യദൃഷ്ടി എക്സർസൈസ് 2025 വേദിയായ സ്ഥലം സിക്കിമാണ്. ഏതാണ്? സിക്കിമാണ്. അപ്പോൾ എന്താണ് ദിവ്യദൃഷ്ടി എക്സർസൈസ് എന്ന് വെച്ചാൽ അതെന്തുമായി ബന്ധപ്പെട്ടതാ? AI-യുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടതാണെന്ത്? ദിവ്യദൃഷ്ടി. ആരുടേതായിരുന്നു? ഇന്ത്യൻ സൈന്യത്തിൻ്റെ ആണ്. എവിടെയായിരുന്നു വേദി? സിക്കിമിലാണ്. ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ഓക്കെ അല്ലേ? ഓക്കെ. അടുത്തത് ISRO-യും നാസയും ചേർന്ന് നടപ്പാക്കുന്ന പങ്കാളിത്ത ഉപഗ്രഹ ദൗത്യമായ നിസാർ വിക്ഷേപിക്കുന്ന റോക്കറ്റ് അത് GSLV F-16 ആണ്. ISRO-യും നാസയും ചേർന്ന് നടപ്പാക്കുന്ന പങ്കാളിത്ത ഉപഗ്രഹ ദൗത്യമാണ് നിസാർ. ഈ നിസാർ വിക്ഷേപിക്കുന്ന റോക്കറ്റാണ് GSLV F-16. അപ്പോൾ എന്താ പ്രത്യേകത? ഇതിൻ്റെ പ്രത്യേകത എന്താണ്? എന്താ ഉപഗ്രഹം ഏതാണ്? നിസാർ ആണ് അല്ലേ, നിസാർ. അപ്പം നിസാർ ആരുടെയൊക്കെ പങ്കാളിത്തമാണുള്ളത്? നമ്മുടെ ISRO-യും നാസയും. അപ്പോൾ ISRO-യുടെയും നാസയും ചേർന്ന് നമ്മുടെ ഇന്ത്യയുടെ ISRO-യും അതുപോലെ അമേരിക്കയുടെ നാസയും ചേർന്ന് നടപ്പിലാക്കുന്ന പങ്കാളിത്ത ഉപഗ്രഹ ദൗത്യമാണ് നിസാർ. ഇത് വിക്ഷേപിക്കുന്ന റോക്കറ്റാണ് GSLV F-16. തിരിച്ചും മറിച്ചൊക്കെ ചോദിച്ചേക്കാവേ. എന്താണ് GSLV F-16? ചിലപ്പോൾ ചോദിച്ചേക്കാം, ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ ചോദിച്ചേക്കാം. തിരിഞ്ഞു പോവല്ലേ. നിസാർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയും പിന്നെ അമേരിക്കയും, നാസയും ISRO-യും. പിന്നെ എന്താണ് നിസാർ എന്ന് വെച്ചാൽ ഒരു ഉപഗ്രഹമാണ്, ദൗത്യമാണ് നിസാർ. എന്നാൽ വിക്ഷേപിക്കുന്ന റോക്കറ്റ് ചോദിച്ചാൽ അത് GSLV F-16 ആണ്. ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ. അടുത്ത പഠിച്ചാലോ? പഠിക്കാം. ഓക്കെ. അടുത്തത് 2025 ഓഗസ്റ്റിൽ അന്തരിച്ച ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ആരാടെ? ഷിബു സോറനാണ്. 2025 ഓഗസ്റ്റ് മാസത്തിൽ അന്തരിച്ച ജാർഖണ്ഡിലെ മുൻ മുഖ്യമന്ത്രി ആരാടെ? ഷിബു സോറനാണ്. എന്നാൽ ജാർഖണ്ഡിലെ നിലവിലെ മുഖ്യമന്ത്രി ആരാ? ജാർഖണ്ഡിലെ നിലവിലെ മുഖ്യമന്ത്രി ആരാടെ? ഹേമന്ത് ആണ് അല്ലേ,
ഹേമന്ത് സോറൻ ആണ്, ഹേമന്ത് സോറൻ. അപ്പൊ 2025 ഓഗസ്റ്റ് മാസത്തിൽ അന്തരിച്ച ജാർഖണ്ഡിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു ഷിബു സോറൻ. ആരാണ്? ഷിബു സോറൻ. ക്ലിയർ ആയോ? ഓക്കെ. അടുത്തത്, വെസ്റ്റേൺ നേവൽ കമാൻഡിന്റെ പുതിയ ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫായി നിയമിതനായ വ്യക്തിയാണ് വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ. നോക്കിയിട്ട് പറയാം കേട്ടോ, നോക്കിയിട്ട് പറയാം. അപ്പോൾ വെസ്റ്റേൺ നേവൽ കമാൻഡിന്റെ പുതിയ ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫായി നിയമിതനായത് വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ. ആരാണ്? വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ. വെസ്റ്റേൺ നേവൽ കമാൻഡിന്റെ പുതിയ ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫായി നിയമിതനായത് ആരാണ്? വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ. ക്ലിയർ ആയോ? അപ്പോൾ ആരായിരുന്നു ഷിബു സോറൻ? ഏത് സംസ്ഥാനത്തിന്റെ നേരത്തെയുള്ള മുഖ്യമന്ത്രിയായിരുന്നു ഷിബു സോറൻ? ഏത് സംസ്ഥാനമാണ്? ഷിബു സോറൻ ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരുന്നു? ഏത് സംസ്ഥാനം? ജാർഖണ്ഡ് അല്ലേ? ജാർഖണ്ഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് ചോദിച്ചു പോകാം. പെട്ടെന്ന് ആൻസർ ഇട്ടോണേ. ഫസ്റ്റ് ചോദ്യം, ഉക്രൈന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? പെട്ടെന്ന് പറഞ്ഞു, സ്ക്രീനിൽ നോക്കരുത്. ഉക്രൈന്റെ പുതിയ പ്രധാനമന്ത്രി പെട്ടെന്ന് പറ. യൂലിയാണല്ലേ. ബാക്കിയുടെ പഠിച്ചേക്കണേ. സിരീദയെങ്ക. ചിലപ്പോൾ വേറെ വല്ല പേരൊക്കെ ചോദിച്ചാൽ തെറ്റിപ്പോവും. അപ്പോൾ യൂലിയ സിരീദയെങ്കയാണ് ഉക്രൈൻ്റെ പുതിയ പ്രധാനമന്ത്രി. 2017 LDCക്കാന്ന് തോന്നുന്നു സച്ചിദാനന്ദനെ കുറിച്ച് ചോദിച്ചത്. നമ്മുടെ അയ്യപ്പനും കോശിയും സിനിമയുടെ സംവിധായകൻ ആര്? എല്ലാവർക്കും അറിയാം സച്ചിയാണെന്ന്, പക്ഷെ ഫുൾ പേര് ആർക്കും അറിയത്തില്ല. എന്നാണോ, കെ ആണോ, വി ആണോ, എം ആണോ ഒന്നും ആർക്കും അറിയില്ലായിരുന്നു. തെറ്റിപ്പോയി, എല്ലാവരുടെയും തെറ്റിപ്പോയി, ഒരുപാട് പേർക്ക് തെറ്റിപ്പോയി. എന്ന് പറയുന്ന പോലെ സ്പെല്ലിങ്ങും അതുപോലെ അതിൻ്റെ ഇൻഷ്യലും സഹിതം പേരുകൾ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ. 2017 ആലപ്പുഴ LDCക്കാണ് ചോദിച്ചത്. അടുത്തത്, 2025 ഓഗസ്റ്റ് മാസത്തിൽ വിടവാങ്ങിയ പോർച്ചുഗൽ ഫുട്ബോളിലെ ഇതിഹാസ താരവും പരിശീലകനുമായ വ്യക്തി ആരായിരുന്നു? പെട്ടെന്ന് പറഞ്ഞു. ഓർഹ കോസ്റ്റെ. ഓർഹ കോസ്റ്റെ. ക്ലിയർ ആയോ? ഓർഹ കോസ്റ്റെ. അടുത്തത്, ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസിന്റെ വേദി എവിടെയാണ്? പെട്ടെന്ന് പറഞ്ഞു. ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസിന്റെ വേദി എവിടെയാണ്? ബീജിംഗ് ആണ്. ബീജിംഗ്. ക്ലിയർ ആയല്ലോ? അടുത്തത്, കരസേനയുടെ വിവിധ യൂണിറ്റുകളെ കോർത്തിണക്കി രൂപീകരിക്കുന്ന സേന ഏതാണ്? ഏത് സേന? പെട്ടെന്ന് പറഞ്ഞു. കരസേനയുടെ വിവിധ യൂണിറ്റുകളെ കോർത്തിണക്കി രൂപീകരിക്കുന്ന സേന രുദ്ര ബ്രിഗേഡ് ആണ്. അടുത്തത്, 2025 ജൂലൈയിൽ അന്തരിച്ച പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? പെട്ടെന്ന് പറ. 2025 ജൂലൈയിൽ അന്തരിച്ച പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? മേഘനാഥ് ദേശായി ആണ്. അടുത്തത്, പ്രതിരോധ ഉദ്യോഗസ്ഥർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും നിയമസഹായം ശക്തിപ്പെടുത്തുന്നതിനായി വീർ പരിവാർ സഹായത യോജന ആരംഭിച്ച സ്ഥാപനം ഏതാണ്? ഏത് സ്ഥാപനമാണ്? പെട്ടെന്ന് പറഞ്ഞു. നമുക്ക് ബാക്കിയൂടെ പഠിക്കണം. പെട്ടെന്ന് പറഞ്ഞു. നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി ആണ്. ഏതാണ്? നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി ആണ്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന കോച്ച് വിജയകരമായി പരീക്ഷിച്ച സ്ഥലം എവിടെയാണ്? എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന കോച്ച് വിജയകരമായി പരീക്ഷിച്ച സ്ഥലം എവിടെയാണ്? ചെന്നൈയിലാണ്. ചൈനയിലാണ്. RPFന്റെ ആദ്യത്തെ വനിതാ ഡയറക്ടർ ജനറൽ? പെട്ടെന്ന് പറഞ്ഞു. RPFന്റെ ആദ്യത്തെ വനിത സൊണാലി മിശ്രയാണ്. എന്താണ് ഭൈരവ്? അതിർത്തിയിലെ സേനാ നീക്കങ്ങൾക്കായി പുതിയതായി രൂപീകരിക്കുന്ന ലൈറ്റ് കമാൻഡോ ബറ്റാലിയൻ ഏതാണത്? ഭൈരവാണ്. ഭൈരവ്. ആരോ ചോദിച്ചിരുന്നു, ആള് ക്ലാസ്സിലുണ്ടോ? അപ്പോൾ അതിർത്തിയിലെ സേനാ നീക്കങ്ങൾക്കായി പുതിയതായി രൂപീകരിക്കുന്ന ലൈറ്റ് കമാൻഡോ ബറ്റാലിയനാണ് ഭൈരവ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അടുത്തത്, കരസേന ഉപമേധാവി ആരാടെ? കരസേന ഉപമേധാവി ലഫ്റ്റനന്റ് ജനറൽ പുഷ്പേന്ദ്ര സിംഗ്. അടുത്തത്,
ഇന്ത്യൻ നാവികസേനയ്ക്ക് അടുത്തിടെ കൈമാറിയ നീലഗിരി ക്ലാസ്സിലെ മൂന്നാമത്തെ കപ്പൽ ഏതായിരുന്നു? നീലഗിരി ആകുമ്പം ഹിമഗിരി. നെക്സ്റ്റ്, സർക്കാർ ജീവനക്കാർക്കായി സബാറ്റിക്കൽ ലീവ് പദ്ധതി ആരംഭിച്ച ഇന്ത്യയിലെ സംസ്ഥാനം, ആദ്യ സംസ്ഥാനം സിക്കിമാണ് കേട്ടോ, സിക്കിം. അടുത്ത ചോദ്യം ഏതായിരുന്നു? അടുത്ത ചോദ്യം, AI അധിഷ്ഠിത സംവിധാനങ്ങൾ പരീക്ഷിക്കുന്നതിനായി ഇന്ത്യൻ സൈന്യത്തിന്റെ ദ്രവ്യ ദൃഷ്ടി എക്സർസൈസ് 2025ന്റെ വേദി ഏതായിരുന്നു? എവിടെയായിരുന്നു വേദി? സിക്കിമാണ് കേട്ടോ, സിക്കിമിലാണ്. ഇനി ISROയും നാസയും ചേർന്ന് നടപ്പിലാക്കുന്ന പങ്കാളിത്ത ഉപഗ്രഹ ദൗത്യം ഏതാണ്? അത് നിസാർ ആണ്, നിസാർ. എന്നാൽ അത് പങ്കാളിത്ത ഉപഗ്രഹ ദൗത്യമാണ് ഞാൻ ചോദിച്ചത്. അത് നിസാറും, ആ നിസാർ എന്ന് പറയുന്ന ഉപഗ്രഹം വിക്ഷേപിക്കുന്ന റോക്കറ്റാണ് GSLV F-16. ചോദ്യം നന്നായിട്ട് വായിച്ചു നോക്കണം കേട്ടോ. പരീക്ഷാ ഹോളിൽ ആദ്യം ഇത് കാണുമ്പോൾ തന്നെ ആൻസർ എഴുതി വെക്കല്ലേ, ഏത് ചോദ്യമായാലും 1-2 തവണ ആവർത്തിച്ചു വായിച്ചു നോക്കിയാലേ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവത്തുള്ളൂ. അപ്പം നിസാർ എന്താണ്? ഉപഗ്രഹ ദൗത്യമാണ്. എന്നാൽ റോക്കറ്റാണ് GSLV F-16. തെറ്റിക്കല്ലേ? ഇനി തെറ്റിക്കല്ലേ? ഓക്കെ, അടുത്ത പഠിക്കാം. 2025 ഓഗസ്റ്റിൽ അന്തരിച്ച ജാർഖണ്ഡിലെ മുൻ മുഖ്യമന്ത്രിയാണ് ഷിബു സോറൻ. ആരാണ്? ഷിബു സോറൻ. വെസ്റ്റേൺ നേവൽ കമാൻഡിന്റെ പുതിയ ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫായി നിയമിതനായത് വൈസ് അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥൻ. ആരാണ്? വൈസ് അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥൻ. ഇത്രയും ക്ലിയർ ആയല്ലോ. അടുത്ത പഠിക്കാം. ഓക്കെ അല്ലേ? എല്ലാവരും പോയോടെ. ഇനി VSSC ഡയറക്ടർ ആരാണ്? പുതിയ VSSC ഡയറക്ടറാണ് ഡോക്ടർ രാജരാജൻ. ഡോക്ടർ A രാജരാജനാണ് VSSCയുടെ ഡയറക്ടർ. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ VSSCയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ ആരാണ്? വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ആരാണ്? ഡോക്ടർ രാജരാജൻ. ഓഗസ്റ്റ് മാസത്തിലാണ് അദ്ദേഹം നിയമിതനായത് കേട്ടോ. അപ്പോൾ VSSCയുടെ പുതിയ ഡയറക്ടറാണ് ഡോക്ടർ A രാജരാജൻ. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? അത് തമിഴ്നാടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് തമിഴ്നാട്ടിലാണ്. ഇത്രയും ക്ലിയർ ആയോ? അപ്പോൾ ആരായിരുന്നു രാജരാജൻ? രാജരാജൻ ആരാണ്? പെട്ടെന്ന് പറഞ്ഞു. ആരാടെ രാജരാജൻ? പറ. ഡോക്ടർ A രാജരാജൻ. ആരാണ്? VSSCയുടെ പുതിയ ഡയറക്ടറാണ്. ഇനി വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം, ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. ഇത്രയും ക്ലിയർ ആയാലും. നെക്സ്റ്റ്, പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഫിഫ ടാലന്റ് അക്കാദമി നിലവിൽ വന്നത് ഹൈദരാബാദിലാണ്. പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഫിഫ ടാലന്റ് അക്കാദമി നിലവിൽ വന്നത് ഹൈദരാബാദ്. പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഫിഫ ടാലന്റ് അക്കാദമി നിലവിൽ വന്നത് എവിടെയാണ്? ഹൈദരാബാദ്. ക്ലിയർ ആയോ? ഓക്കെ. അടുത്ത പഠിക്കാം. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവയവദാനം രേഖപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? തെലുങ്കാന. അപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ പുതിയ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ അവയവദാനം രേഖപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? തെലുങ്കാന. കേരള സർക്കാരിന്റെ പദ്ധതി ഏതായിരുന്നു? അവയവദാനത്തിനായുള്ള കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? പദ്ധതികളൊക്കെ പഠിച്ചല്ലേ? മൃതസഞ്ജീവനിയാണ് കേട്ടോ, മൃതസഞ്ജീവനി. അപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവയവദാനം രേഖപ്പെടുത്തിയ സംസ്ഥാനമാണ് തെലുങ്കാന. ക്ലിയർ ആയല്ലോ? ഓക്കെ. ആരായിരുന്നു ഡോക്ടർ A രാജരാജൻ? ആരാണ് ഡോക്ടർ A രാജരാജൻ? ആരാണ്? VSSCയുടെ പുതിയ ഡയറക്ടറാണ്.
അടുത്തത് 2025 ഉപേന്ദ്ര ദ്വിവേദി ആരാണ്? ഉപേന്ദ്ര ദ്വിവേദി ആരാടെ? ഉപേന്ദ്ര ദ്വിവേദി. ഉപേന്ദ്ര ദ്വിവേദി ആരാണ്? ആരാടെ? പെട്ടെന്ന് പറഞ്ഞു. കരസേനാ മേധാവിയാണ് അല്ലേ? അപ്പൊ പുഷ്പേന്ദ്രൻ ആരാ? പുഷ്പ. ആരാ പുഷ്പ? വൈസാണ്. ഇത്രയും ഓർത്താൽ മതി. ഓക്കെ, അത്രയെങ്കിലും ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. ഓക്കെ, അടുത്ത ചോദ്യം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അത് ചോദിക്കാൻ മറന്നുപോയി. മനസ്സിലാവുന്നുണ്ടല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് 2025 ഓഗസ്റ്റിൽ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായി നിയമിതനായ വ്യക്തിയാണ് ES പത്മകുമാർ. അപ്പൊ ശ്രീഹരിക്കോട്ടയിലെ നമ്മുടെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ഡയറക്ടർ ആരാണ്? അത് ES പത്മകുമാർ ആണ്. പത്മനാണ്, പത്മകുമാറാണ്. സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ഡയറക്ടർ ആരാണ്? പത്മകുമാർ. പത്മകുമാർ. ക്ലിയർ ആയോ? മറ്റേതാരാണ്? രാജരാജൻ. ഓക്കെ. അടുത്തത് ഇന്ത്യൻ സൈന്യത്തിന്റെ ഡ്രോൺ പ്രഹാർ എന്ന ഹൈടെക് അഭ്യാസത്തിന് വേദിയായ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശാണ്. ഇന്ത്യൻ സൈന്യത്തിന്റെ ഡ്രോൺ പ്രഹാർ എന്ന ഹൈടെക് അഭ്യാസത്തിന് വേദിയായ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശിലെ ആദ്യത്തെ പത്രം ഏതാണ്? അരുണാചൽ പ്രദേശിലെ ആദ്യത്തെ പത്രം. നേരത്തെ പത്രങ്ങളില്ലാതിരുന്ന സംസ്ഥാനമായിരുന്നു അരുണാചൽ പ്രദേശ്. എന്നാൽ ഇപ്പോൾ അവിടെ ഒരു പത്രമുണ്ട്. അതിൻ്റെ പേരാണ് അരുണഭൂമി. ഒന്ന് ഓർത്ത് വെച്ചേക്കണേ, അരുണഭൂമി. ഇന്ത്യൻ സൈന്യത്തിന്റെ ഡ്രോൺ പ്രഹാർ എന്ന ഹൈടെക് അഭ്യാസത്തിന് വേദിയായ സംസ്ഥാനം ചോദിച്ചാൽ അരുണാചൽ പ്രദേശും. എന്നാൽ ദിവ്യദൃഷ്ടി എക്സസൈസ് 2025 വേദി എവിടെയായിരുന്നു? ദിവ്യദൃഷ്ടി എക്സസൈസ് 2025 വേദിയായ സംസ്ഥാനം ഏതായിരുന്നു? സിക്കിമാണ്. എന്തായിരുന്നു ദിവ്യദൃഷ്ടി എക്സർസൈസിന്റെ ദൗത്യം? എന്തായിരുന്നു? AI അധിഷ്ഠിതമാണ് കേട്ടോ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അതുമായി ബന്ധപ്പെട്ട ഒരു എക്സർസൈസ് ആണ് ദിവ്യദൃഷ്ടി. ക്ലിയർ ആയോ? അടുത്ത പഠിക്കാമല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്തത് ഗരുഡദൃഷ്ടി സോഷ്യൽ മീഡിയ മോണിറ്ററിംഗ് ആൻഡ് സൈബർ ഇന്റലിജൻസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. അതായത് ഒരു സോഷ്യൽ മീഡിയ മോണിറ്ററിംഗ് സിസ്റ്റമാണ് ഗരുഡദൃഷ്ടി. അത് ആരംഭിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അപ്പോൾ ഗരുഡദൃഷ്ടി എന്ന സോഷ്യൽ മീഡിയ മോണിറ്ററിംഗ് ആൻഡ് സൈബർ ഇന്റലിജൻസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. എവിടെയാണ്? മഹാരാഷ്ട്ര. ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഗരുഡദൃഷ്ടിയും ദിവ്യദൃഷ്ടിയും എല്ലാം കൂടെ തെറ്റിപ്പോവല്ലേ? ഓക്കെ. അടുത്ത ചോദ്യം. 39ാമത് നാഷണൽ ഗെയിംസിന്റെ വേദിയാണ് മേഘാലയ. അതായത് 39ാമത് നാഷണൽ ഗെയിംസ് നടക്കുന്നത് മേഘാലയയിലാണ്. 2027 39ാമത് നാഷണൽ ഗെയിംസ്. എന്നാൽ 38ാമതിന്റെ വേദി എവിടെയായിരുന്നു? 38 എവിടെയായിരുന്നു വേദി? 38ാമത് നാഷണൽ ഗെയിംസിന്റെ വേദി 2025 ഉത്തരാഖണ്ഡായിരുന്നു. എന്നാൽ 39 2027 എവിടെയാണ് വേദി? മേഘാലയ. ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ഓക്കെ അല്ലേ? ഓക്കെ. അടുത്ത പഠിക്കാം. ഓക്കെ. അടുത്തിടെ തദ്ദേശീയ ജനങ്ങൾക്ക് ആയുധ ലൈസൻസ് അപേക്ഷ നൽകുന്നതിനുള്ള പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനമാണ് ആസാം. അടുത്തിടെ തദ്ദേശീയ ജനങ്ങൾക്ക് ആയുധ ലൈസൻസ് അപേക്ഷ നൽകുന്നതിനുള്ള പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആസാമാണ്. ഒരു പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആസാമാണ്. അപ്പോൾ തദ്ദേശീയരായ ജനങ്ങൾക്ക് ആയുധ ലൈസൻസ്, തോക്ക് കൈവശം വെക്കാനുള്ള ലൈസൻസ് അപേക്ഷ നൽകുന്നതിനുള്ള പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനമാണ് ആസാം. ക്ലിയർ ആയോ? ഓക്കെ. അടുത്തത് ആന്റി ഡ്രോൺ സംവിധാനം വിന്യസിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ തുറമുഖം ഏതാണ്? കാൻഡിലയാണ്.
ഗുജറാത്തിലെ കാൻഡിലയിലാണ് ആന്റി ഡ്രോൺ സംവിധാനം നിലവിൽ വരുന്നത്. അപ്പോൾ ആന്റി ഡ്രോൺ സംവിധാനം വിന്യസിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം ഏതാണ്? കാൻഡില. ക്ലിയർ ആയോ? ക്ലിയർ ആയോടെ? ഇത്രയും ക്ലിയർ ആയോ? ആന്റി ഡ്രോൺ സംവിധാനം വിന്യസിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ തുറമുഖം ഏതാണ്? കാൻഡില. കാൻഡില. ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ഓക്കെ അല്ലേ? ബാക്കി പഠിച്ചാലോ? ഇത്രയും ഓക്കെ അല്ലേ? ഇത്രയും മനസ്സിലായില്ലേ? ഇനി ഓരോ PDF കൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുമല്ലോ അല്ലേ? ക്ലിയർ ആവൂടെ? അടുത്ത പഠിക്കാം. കുറച്ചുകൂടെ ഉണ്ട്. കറണ്ട് അഫെയർ ആണ്, കുറച്ചധികം ഉണ്ട്. അടുത്തത് യുവാക്കൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി വീക്ഷിത് ഭാരത് റോസ്ഗാർ യോജന. അതായത് നമ്മുടെ യുവാക്കൾക്ക് ഈ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പുതിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി വീക്ഷിത് ഭാരത് റോസ്ഗാർ യോജന. ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? അപ്പൊ എന്താണ് ഈ പറയുന്ന പ്രധാനമന്ത്രി വീക്ഷിത് ഭാരത് റോസ്ഗാർ യോജന എന്നാൽ എന്താണ്? അതായത് നമ്മുടെ യുവാക്കൾക്ക്, നമ്മളെ പോലുള്ളവർക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പുതിയ ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി വീക്ഷിത് ഭാരത് റോസ്ഗാർ യോജന. ക്ലിയർ ആയോ? ഓക്കെ. അടുത്തത് പറയാം. മിസ് യൂണിവേഴ്സ് ഇന്ത്യ. മിസ് യൂണിവേഴ്സ് ആരാടെ? മിസ് യൂണിവേഴ്സ് ഇന്ത്യ. ഇന്ത്യൻ മിസ് യൂണിവേഴ്സ് ആരാണ്? മാണിക വിശ്വകർമ്മയാണ് കേട്ടോ. മിസ് യൂണിവേഴ്സ് എന്നില്ല, മിസ് ഇന്ത്യ കിരീടം നേടിയത് ആരാണ്? മാണിക വിശ്വകർമ്മ. അപ്പോൾ മിസ് ഇന്ത്യ കിരീടം നേടിയത് ആരാണ്? മാണിക വിശ്വകർമ്മ. ഏത് സംസ്ഥാനക്കാരിയാണ് അവര്? രാജസ്ഥാൻ. ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? അപ്പോൾ യുവാക്കൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി വീക്ഷിത് ഭാരത് റോസ്ഗാർ യോജന. അതുപോലെ മിസ് ഇന്ത്യ കിരീടം നേടിയത് ആരാണ്? മാണിക വിശ്വകർമ്മയാണ് കേട്ടോ. മാണിക വിശ്വകർമ്മയാണ് മിസ് ഇന്ത്യ കിരീടം നേടിയത്. ക്ലിയർ ആയല്ലോ? അടുത്ത പഠിക്കാം. ഓക്കെ. അടുത്തത് ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായ വ്യക്തിയാണ് അനീഷ് ദയാൽ സിംഗ്. ആരാണ്? അനീഷ് ദയാൽ സിംഗ്. അപ്പോൾ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായ വ്യക്തിയാണ് ആരാണ്? അനീഷ് ദയാൽ സിംഗ്. അപ്പോൾ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് അനീഷ് ദയാൽ സിംഗ് ആണ്. അനീഷ് ദയാൽ സിംഗ്. അപ്പോൾ ആരായിരുന്നു മിസ് ഇന്ത്യ? പുതിയ മിസ് ഇന്ത്യ ആരായിരുന്നു? ഏത് സംസ്ഥാനക്കാരിയാണ് അദ്ദേഹം? മിസ് ഇന്ത്യ ആരാടെ? 2025 മിസ് ഇന്ത്യ മാണിക വിശ്വകർമ്മയാണ്. ഏത് സംസ്ഥാനം? രാജസ്ഥാൻ. ക്ലിയർ ആയല്ലോ? ഓക്കെ. അടുത്തത് യുപിയിലെ ജലാലാബാദിന്റെ പുതിയ പേരാണ് പരശുരാംപുരി. അപ്പൊ യുപിയിലെ, നമ്മുടെ ഉത്തർപ്രദേശിലെ ജലാലാബാദ് ഇനി മുതൽ അറിയപ്പെടുന്ന പേരെന്താണ്? പരശുരാംപുരി എന്നാണ്. പരശുരാംപുരി. അപ്പൊ പരശുരാംപുരി എന്ന സ്ഥലത്തിന്റെ പഴയ പേരെന്താണ്? പരശുരാംപുരിയുടെ പഴയ പേരെന്താ? ജലാലാബാദ്. ഏത് സംസ്ഥാനം? ഉത്തർപ്രദേശ്. അപ്പോൾ ഉത്തർപ്രദേശിലെ ജലാലാബാദിന്റെ പുതിയ പേര് ഏതാണ്? പരശുരാംപുരി എന്നാണ്. ഏതാണ്? പരശുരാംപുരി. ക്ലിയർ ആയോ? ഓക്കെ. അടുത്തത് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണ്? ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ കടുവ സംരക്ഷണ കേന്ദ്രം പശ്ചിമ ബംഗാളിലെ സുന്ദർബൻസ് ആണ്. എന്നാൽ ഏറ്റവും വലുത് ഏതാണ്? ഏറ്റവും വലിയ കടുവ സങ്കേത കേന്ദ്രം ഏതാണ്? നാഗാർജുന സാഗർ ശ്രീശൈലമാണ്
അതായത് നമ്മുടെ ആന്ധ്രാപ്രദേശിൻ്റെയും തെലങ്കാനയുടെയും അതിർത്തിയിലുള്ള നാഗാർജുന ശ്രീശൈലമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രം. രണ്ടാമത്തേത് പശ്ചിമ ബംഗാളിലെ സുന്ദർബൻസ് ആണ്. ഏറ്റവും ചെറുത് ഏതാ? ബോറാണ് കേട്ടോ. ഏറ്റവും ചെറുത് ഏതാണ്? ബോറാണ് ഏറ്റവും ചെറുത്. ക്ലിയർ ആയോ? അടുത്ത പഠിക്കാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, അടുത്തത് ഇന്ത്യയിലെ പഞ്ചായത്ത് ധനകാര്യം കൈകാര്യം ചെയ്യുന്നതിനായി കേന്ദ്രീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏതാണ്? സമർത്ഥ് ആണ്. സമർത്ഥ്. അതായത് ഇന്ത്യയിലെ പഞ്ചായത്തുകളുടെ ധനകാര്യം, ഇന്ത്യയിലെ പഞ്ചായത്തിൻ്റെയൊക്കെ ധനകാര്യം, ഫിനാൻസ് കൈകാര്യം ചെയ്യുന്നതിനായി കൊണ്ടുവന്ന പുതിയ കേന്ദ്രീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് സമർത്ഥ്. ക്ലിയർ ആയോ? അപ്പോൾ എന്താണ് ഈ സമർത്ഥ് എന്ന് വെച്ചാൽ ഇന്ത്യയിലെ പഞ്ചായത്തുകളെ എല്ലാം കൂടെ അതിൻ്റെ എല്ലാം ധനകാര്യം, ഫിനാൻസ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പുതിയ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് സമർത്ഥ്. ക്ലിയർ ആയോ? ഓക്കെ, അടുത്തത് 2025 നടക്കാൻ പോകുന്ന ഫിഡെ ചെസ് വേൾഡ് കപ്പിൻ്റെ വേദിയായ സംസ്ഥാനം എവിടെയാണ്? 2025 ഫിഡെ ചെസ് ലോകകപ്പിൻ്റെ വേദിയാകുന്ന സംസ്ഥാനമാണ് ഗോവ. ക്ലിയർ ആയോ? അപ്പോൾ ഫിഡെ ചെസ് വേൾഡ് കപ്പിൻ്റെ വേദിയാണ് ഗോവ. ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? അടുത്തത് പ്രസാർ ഭാരതി ആരംഭിച്ച പുതിയ OTT പ്ലാറ്റ്ഫോം വേവ്സ് എന്നാണ്. നമ്മുടെ പ്രസാർ ഭാരതി ആരംഭിച്ച പുതിയ OTT പ്ലാറ്റ്ഫോമാണ് വേവ്സ്. നിങ്ങൾക്ക് ബോറടിച്ചോടെ? ഈ കറണ്ട് അഫെയർ തന്നെ ബോറടിയാണ്. ഇത്രയും നേരം കൂടി ആകുമ്പം ബോറടിച്ചോ? ബോറടിയായോ? ബോറടിച്ചോടെ? അപ്പോൾ പ്രസാർ ഭാരതി ആരംഭിച്ച പുതിയ OTT പ്ലാറ്റ്ഫോമാണ് വേവ്സ്. ഏതാണ്? വേവ്സ് ആണ്. ക്ലിയർ ആയോ? ഒരു 10 മിനിറ്റ് കൂടി ഇരുന്ന് നോക്കൂ, നമുക്ക് ബാക്കി കൂടെ അങ്ങ് തീർക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രം ഏതായിരുന്നു? പെട്ടെന്ന് പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണ്? ഇന്ത്യയിലെ നാഗാർജുന ശ്രീശൈലമാണെങ്കിൽ രണ്ടാം സ്ഥാനം ആർക്കാണ്? രണ്ടാം സ്ഥാനം പശ്ചിമ ബംഗാളിലെ സുന്ദർബൻസിനാണ് അല്ലേ? സുന്ദർബൻസ്. അടുത്തത് കുറച്ച് കായികം നോക്കാം. ഓക്കെ, ഈജിപ്തിലെ കെയ്റോയിൽ നടന്ന 2025 ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിലെ വനിതാ സിംഗിൾസിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് അനാഹത് സിംഗ്. അതായത് ഈജിപ്തിലെ കെയ്റോയിൽ നടന്ന 2025 വേൾഡ് ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ സിംഗിൾസിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് അനാഹത് സിംഗ്. ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, ഈ അനാഹത് സിംഗ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കലാകായികത്തിൽ ചോദിക്കാം. ഏത് കായിക ഇനമാണ് അനാഹത് സിംഗ്? ഏത് കായിക? ചേരുംപടി ചേർക്കാനൊക്കെ ഇപ്പോൾ ചോദിക്കാറുണ്ടല്ലോ. അനാഹത് സിംഗ് ഏത് കായിക ഇനമാണ്? സ്ക്വാഷ് താരമാണ് കേട്ടോ. സ്ക്വാഷ് താരമാണ് അനാഹത് സിംഗ്. ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, അടുത്തത് 2025 ജൂലൈയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരമാണ് വേദ കൃഷ്ണമൂർത്തി. അപ്പോൾ വേദ കൃഷ്ണമൂർത്തി ആരാണ്? ഇന്ത്യയുടെ വനിതാ ക്രിക്കറ്ററാണ്. ഇവരാണ് 2025 വിരമിക്കൽ പ്രഖ്യാപിച്ചത്. 2025 വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? വേദ കൃഷ്ണമൂർത്തി. ആരായിരുന്നു അനാഹത് സിംഗ്? അനാഹത് സിംഗ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുക? അനാഹത് സിംഗ് ഏത് കായിക ഇനം? സ്റ്റേറ്റ്മെന്റിലൊക്കെ ചോദിച്ചേക്കാം. ഏത് കായിക ഇനം അനാഹത് സിംഗ്? സ്ക്വാഷ് ആണേ, സ്ക്വാഷ്. കരണ്ട് പോയി.